അപ്പം ഞാൻ ഞായറാഴ്ച ദിവസം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മുടങ്ങാതെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് സമയം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ഒരു കെയർ ആണ് കേട്ടോ. എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡെലിവറിക്ക് ശേഷം കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡെലിവറിയുടെ മാത്രം പ്രശ്നമാണോ അതോ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ എന്താണെന്ന് കറക്റ്റായിട്ടൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും മുടി നന്നായിട്ട് തൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സഹിക്കവേദന ഞാൻ മുടി ഒന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രമാത്രം തൊഴിഞ്ഞ ഒരു വൃത്തികേട് ആയിട്ട് മുടി കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു 3-4 ആഴ്ച കൊണ്ട് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യണമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ അതൊന്ന് പറഞ്ഞു തരാമെന്ന് എഴുതിയാണ് കേട്ടോ. അപ്പം വീട്ടിൻ്റെ നടയിൽ തന്നെ അധികമായിട്ട് ചെമ്പരത്തിയുടെ ഇലയും ഉള്ളത് കൊണ്ട് തന്നെ അതാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. മഞ്ഞക്കറി നമുക്ക് വേണ്ട വെള്ളയാണ്. ഇപ്പം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇതിങ്ങനെയല്ല പിഴിഞ്ഞെടുത്താലും മതി, തരിതരിപ്പില്ലാതെ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ ഒരു വൈറ്റമിൻ എ ക്യാപ്സ്യൂളും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെയാണ് കേട്ടോ. ഇതിൽ ഓപ്ഷനായിട്ടാണ് ഞാൻ മൈലാഞ്ചി ചേർക്കുന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ മൈലാഞ്ചിയുടെ പൊടി ഉണ്ടായിരുന്നത് കൊണ്ട് അത് ചേർത്തന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ പാക്ക് ഉണ്ടാക്കാവേ. അതിനുശേഷം തലയോട്ടിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് എൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ ഒരുവിധം ശമനം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു 3-4 ആഴ്ചയായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് തോന്നിയോണ്ടാണ് നിങ്ങൾക്കൂടെ പറഞ്ഞത്. ഇനി ഇതൊരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.